ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റുഡൻസ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സംസ് അതായത് തുകകൾ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഭാഗത്തെയാണ്. സം അതായത് തുക. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക. സം ഓഫ് ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുക. സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുക. അതുപോലെ സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികളുടെ തുക. ഈ 4 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നുകൂടി പറയാം. സംസ് അതായത് തുകകൾ എന്ന ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4 തരം തുകകളാണ്, 4 ടൈപ്പ് സമ്മുകളാണ്. ഒന്നാമത്തത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, രണ്ടാമത്തത് സം ഓഫ് ഈവൺ നമ്പേഴ്സ്, മൂന്നാമത്തത് സം ഓഫ് ഓഡ് നമ്പേഴ്സ്, നാലാമത്തത് സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്. അതായത് എണ്ണൽ സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക, സമാന്തര ശ്രേണികളുടെ തുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ് സംസ് അതായത് തുകകൾ എന്ന ഈ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. 1 സ്റ്റാർട്ട് ചെയ്യും 1, 2, 3, 4, 5, etc. എണ്ണുണ്ട്, അറ്റമില്ല, എന്നിൽ അവസാനിക്കുന്നു. എവിടെ അവസാനിക്കുന്നു? എന്നിൽ അവസാനിക്കുന്നു. അപ്പം 1 മുതൽ സ്റ്റാർട്ട് ചെയ്ത് എന്നിലാണ് അവസാനിക്കുന്നത് എണ്ണൽ സംഖ്യ എങ്കിൽ ഇത്രയും എണ്ണൽ സംഖ്യകളുടെ തുക കാണാം. നാച്ചുറൽ നമ്പേഴ്സ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിൽ അവസാനിക്കുന്നു എങ്കിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക സിക്കൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിൽ അവസാനിക്കുന്നു എങ്കിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ തുക സമം n into n plus 1 divided by 2. ഇതാണ് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്നിലാണ് അവസാനിക്കുന്നത് എങ്കിൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് is equal to, അതായത് എണ്ണൽ സംഖ്യകളുടെ തുക സമം n into n plus 1 by 2 ആണ്. ക്ലിയർ ആണോ? ഇതിൽ n എന്ന് പറയുന്നത് n വാല്യൂ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. n എന്ന് പറയുന്നത് n is equal to number of natural number, അതായത് എണ്ണൽ സംഖ്യകളുടെ എണ്ണം, എണ്ണൽ സംഖ്യകളുടെ എണ്ണം. അപ്പം 1 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എത്ര എണ്ണൽ സംഖ്യ ഉണ്ട് നോക്കുക. ആ എണ്ണത്തെ എന്നിന്റെ സ്ഥാനത്ത് കൊടുത്താൽ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കിട്ടും. അപ്പൊ നമുക്കൊരു കുഞ്ഞ് എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പൊ ഒന്നുകൂടി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകൾ എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളാണല്ലോ. ഈ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. അപ്പൊ സമസിക്കൽ, അതായത് തുക സമം, തുക കാണാൻ ഇക്വേഷൻ എന്താ? എണ്ണൽ സംഖ്യയാണ്. അപ്പൊ തുക കാണാൻ ഇക്വേഷൻ കൊടുത്തു n into n plus 1 by 2. സം കാണാൻ ഇക്വേഷൻ കൊടുത്തു. ക്ലിയർ ആണോ? കാരണം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n is equal to
എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്? 1 സ്റ്റാർട്ട് ചെയ്തിട്ട് 10 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പം 10 എന്ന് കൊടുക്കും. ഇനി സ്ഥാനത്തിൽ കൊടുത്താൽ മതി, 10 കൊടുത്താൽ മതി. അപ്പം നമുക്ക് എന്ത് കൊടുക്കാം? n ഇൻറ്റു എന്ന് വെച്ചാൽ 10 ഇൻറ്റു n പ്ലസ് 1, 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ദെൻ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. 10 ഇൻറ്റു 10 പ്ലസ് 1 11 ഡിവൈഡഡ് ബൈ 2. Then 10 into 11 110 divided by 2 is equal to 55. അപ്പോൾ ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 55 ആണ്. നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യും. ഇനി ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ്. സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക കാണും. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് കൊടുത്താൽ മതി. n is equal to 30. ഫസ്റ്റ് 1 മുതൽ 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണും. ആദ്യത്തെ ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ n is equal to 30. അപ്പൊ ഇക്വേഷൻ പ്രകാരം സം is equal to, അതായത് തുക സമം ഇക്വേഷൻ n into n plus 1 divided by 2. n എത്രയാ? 30. അപ്പൊ 30 into 30 plus 1 divided by 2. Then 30 into 30 plus 1, 31 divided by 2. 30 into 31. 30 into 31. നമുക്ക് മാറ്റി എഴുതാം. 30 into 30. 1 0 1 3 3 to 0 0 3 to 3 9 0 3 930 divided by 2. 930 by 2. 930ന്റെ പകുതി. 900ന്റെ പകുതി നമുക്കറിയാം എത്രയാണ്? 480 ആണ്. 30ന്റെ പകുതി 15. അപ്പൊ 480 പ്ലസ് 15 465. അപ്പൊ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക 465 ആണ്. The sum of first 30 natural numbers 465. The sum of first 10 natural numbers 55. അപ്പോൾ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കാണാൻ, എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് n into n plus 1 by 2. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പർ, അതായത് എണ്ണൽ സംഖ്യകളുടെ എണ്ണമാണ്. എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് അതിന്റെ എണ്ണമാണ് n എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് 30 എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് 30 കൊടുക്കുക. ഫസ്റ്റ് 50 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ n-ന്റെ സ്ഥാനത്ത് കൊടുക്കുക 50 എന്ന് കൊടുക്കുക. ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ആ നാച്ചുറൽ നമ്പേഴ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം? 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഈ കാര്യം പ്രത്യേകം ഓർക്കണം. 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത എത്ര എണ്ണം നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ്. 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ലേ ഈ ഇക്വേഷൻ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. മനസ്സിലായോ? അപ്പോൾ 1 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ, 1 ൽ നിന്ന് തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്, ആ ഫസ്റ്റ് എന്ന വാക്ക് എപ്പോഴും ഓർക്കണം. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 40 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന ക്വസ്റ്റ്യനിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. നേരെ മറിച്ച് 3 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, 3 മുതലുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ പറഞ്ഞു. 3 മുതലുള്ള എണ്ണൽ സംഖ്യയുടെ തുക കാണാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ൽ നിന്നാണ്. അപ്പൊ ആ കാര്യം പ്രത്യേകം ഓർക്കുക. പക്ഷെ അങ്ങനെ ചോദിക്കാറില്ല. ഫസ്റ്റ് എന്ന് പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ്, ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് എന്നൊക്കെ പറയാറുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനും അതിന്റെ എക്സാമ്പിളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനും അതിന്റെ എക്സാമ്പിളുമാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നത്. എങ്ങനെയാണ് ഇരട്ട സംഖ്യകളുടെ തുക കാണുന്നത്? ഏതൊക്കെയാണ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് നമുക്കറിയാം 2 ൽ സ്റ്റാർട്ട് ചെയ്യും. 2 4 6 8 10 12 14 16 18 20 നെക്സ്റ്റ് 2 4 6 8 10 12 14 16 18 20 ഇതാണ് ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ അല്ലേ? ഫസ്റ്റ് 10 ഈവൺ നമ്പേഴ്സ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് 10 ഈവൺ നമ്പേഴ്സ്.
ഈ ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് കാണണം, തുക കാണണം. ക്ലിയർ? ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് കാണണം. നമ്മൾ പഠിക്കുന്ന ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ്, അതായത് സം ഓഫ് ഈവൺ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? ആദ്യത്തെ 10 എണ്ണം ഉണ്ട് അല്ലേ? ആദ്യത്തെ 10 എണ്ണം. അപ്പം നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇക്വേഷൻ വരിക സം ഓഫ് ഈവൺ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളുടെ തുക സിക്കൽ. ഇരട്ട സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ ഇതാണ് മക്കളെ, n × n + 1. എന്താണ്? n × n + 1. ഇതാണ് ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ഉള്ള ഇക്വേഷൻ n × n + 1 ആണ്. n is equal to number of even numbers, അതായത് ഇരട്ട സംഖ്യകളുടെ എണ്ണം. ഇരട്ട സംഖ്യകളുടെ എണ്ണം അതാണ് n എന്ന് പറയുന്നത്. അപ്പൊ സം ഓഫ് ഈവൺ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ n × n + 1 ആണ്. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ്, അതായത് ഇരട്ട സംഖ്യകളുടെ എണ്ണമാണ്. അപ്പൊ ഇവിടെ എത്ര ഇരട്ട സംഖ്യകളുണ്ട്? ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളാണ് ഞാൻ ബോർഡിൽ എഴുതിയത്. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കാര്യം നിർബന്ധമാണ്, മസ്റ്റാണ്. മസ്റ്റായിട്ടും 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര എണ്ണം നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് ഈവൺ നമ്പേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാനും n × n + 1 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. 2ൽ നിന്ന് തുടങ്ങുന്ന എത്ര എണ്ണം ഇരട്ട സംഖ്യയുടെ തുക കാണാനും നമുക്ക് n × n + 1 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ 10 ഇരട്ട സംഖ്യയുടെ തുക ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ 10 ഇരട്ട സംഖ്യയുടെ തുകയാണ് ഞാൻ കാണാൻ പോകുന്നത്. അപ്പൊ n = 10, ആദ്യത്തെ 10 ഇരട്ട സംഖ്യയാണ്. അപ്പൊ n = എത്ര വരിക? 10 ആയി. അപ്പൊ ഇക്വേഷൻ പ്രകാരം സമ്മ് അതായത് തുക സമം n × n + 1 ആണല്ലോ ഇക്വേഷൻ ആണ്. n എത്രയാണ്? 10. അപ്പൊ 10 × 10 + 1, then 10 × 10 + 1 11, then 10 × 11 110. അതായത് ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക 110, അതായത് 110 ആണ്. സം ഓഫ് ഫസ്റ്റ് 10 ഈവൺ നമ്പേഴ്സ് is equal to 110 ആണ്. ഇനി ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ n is equal to എത്ര കൊടുക്കുക? 20 കൊടുക്കുക. ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചാൽ n 20 കൊടുക്കുക. ആദ്യത്തെ 20 ഈവൺ നമ്പേഴ്സിന്റെ സമ്മയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ n ന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. എന്നൊരു ഇക്വേഷൻ സം ഓഫ് ഈവൺ നമ്പേഴ്സ് കാണുന്ന ഇക്വേഷൻ സം is equal to, അതായത് തുക സമം ഇക്വേഷൻ n × n + 1, then n എത്രയാണ്? 20 × 20 + 1, then 20 × ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ആക്കാൻ ഇത് പ്ലസ് ചെയ്യണം. 20 × +1 എത്ര വരുന്നത്? × 21, 20 × 21 അല്ലേ? 20 × 20 400, 20 × 1 420. ക്ലിയർ ആണോ? അപ്പൊ ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുത്താൽ മതി? 30 കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് 30 സം ഓഫ് ഫസ്റ്റ് 30 ഈവൺ നമ്പേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. സം ഓഫ് ഫസ്റ്റ് 30 ഈവൺ നമ്പേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ n is equal to 30, ഇക്വേഷൻ n × n + 1. n ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 30 കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ സം ഓഫ് ഈവൺ നമ്പേഴ്സ് കാണാനുള്ള ഇക്വേഷൻ n × n + 1 ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സം ഓഫ് ഈവൺ നമ്പേഴ്സ് കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. 2ൽ നിന്ന് തുടങ്ങുന്ന എത്ര ഈവൺ നമ്പേഴ്സിന്റെ തുക കാണാനും എത്ര ഇരട്ട സംഖ്യയുടെ തുക കാണാനും നമുക്ക് ഈ ഇക്വേഷൻ n × n + 1 ഉപയോഗിക്കാം. മനസ്സിലായോ? അതിന് 2 ഉദാഹരണം ആദ്യത്തെ 10 എണ്ണത്തിലും അത് 20 എണ്ണത്തിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ?
ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ഏതാണ്? സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുക. ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോണത് സം ഓഫ് ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷനാണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷനാണ്. വളരെ ഈസി ആയിട്ടുള്ള വളരെ ലളിതമായ ഇക്വേഷൻ ആണ്. ഇതുവരെ പഠിച്ചതൊക്കെ നമുക്ക് വളരെ ഈസി അല്ലേ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ സം ഓഫ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുക. ഏതൊക്കെയാണ് ഒറ്റ സംഖ്യ, ഏതൊക്കെയാണ് ഓഡ് നമ്പർ? നമുക്കറിയാം 1, 3, 5, 7, 9, 11, 13, 15, 17, 19. ആദ്യത്തെ 10 9 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളാണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ 10 ഒറ്റ സംഖ്യ. 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒറ്റ സംഖ്യ തുടങ്ങുന്നത് എവിടുന്നാണ്? 1 മുതൽ. ഇപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. 1 മുതലാണ്. ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മുതലാണ്. ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതലാണ്. അതായത് ഒറ്റ സംഖ്യ തുടങ്ങുന്നത് 1 മുതലാണ്. ഇരട്ട സംഖ്യ തുടങ്ങുന്നത് 2 മുതലാണ്. എണ്ണൽ സംഖ്യ തുടങ്ങുന്നതും 1 മുതലാണ്. മറക്കരുത്. അപ്പം ആദ്യത്തെ 10 ഒറ്റ സംഖ്യ എഴുതിയിട്ടുണ്ട്. അതിന്റെ 10 ഓഡ് നമ്പേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് കാണുന്നത്. സം ഓഫ് ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ തുക. ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. n സ്ക്വയർ. എന്താണ്? n സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ഓഡ് നമ്പർ, നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്, നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സ്, അതാണ് n എന്ന് പറയുന്നത്. ഒറ്റ സംഖ്യയുടെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് അതിന്റെ എണ്ണമാണ് n. എത്ര ഒറ്റ സംഖ്യ ഉണ്ട് അതിന്റെ എണ്ണമാണ് n. അപ്പൊ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ, അതായത് 1 മുതൽ 19 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറഞ്ഞാൽ, സമ്മ് കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, n സ്ക്വയർ. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കാണുന്നത് ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുകയാണ്. അപ്പൊ n = നമുക്ക് കൊടുക്കാം 10 എന്ന് കൊടുക്കും. അപ്പൊ ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക ഒന്ന് കണ്ട് നോക്കാം. n 10 ആണ്. അപ്പം തുക = അതായത് സമ്മ് = n സ്ക്വയർ ആണ്. n 10 ആയതുകൊണ്ട് 10 സ്ക്വയർ വരും. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. 100. ഇനി നമുക്ക് ശരിയാണെന്ന് നോക്കാം. 1 + 19 എത്രയാണ്? 20. 3 + 17 അതും 20. ഇനി 5 + 15 20. 7 + 13 20. 9 + 9 20. 1 2 3 4 5 5 20 എത്ര എഴുതുന്നത്? 100. എത്ര എഴുതുന്നത്? 100. അപ്പൊ ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക എത്ര വരുന്നത്? 100 തന്നെ വരുന്നത്. ഇനി ആദ്യത്തെ 20 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ പാടില്ല. ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സിന്റെ സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ്. അപ്പൊ n എത്ര വരും? n 20 വരും. അപ്പൊ സമ്മ് = അതായത് തുക സമം ഫസ്റ്റ് ആദ്യത്തെ 20 ഒറ്റ സംഖ്യയുടെ തുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ n സ്ക്വയർ, then n 20 ആണ്. then 20 സ്ക്വയർ = 400. ഇനി ഫസ്റ്റ് 30 ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 30 സ്ക്വയർ 900. ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം 30 സ്ക്വയർ, അതായത് 900. മനസ്സിലായോ? അപ്പം 3 ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിച്ചു. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n × n + 1/2. സം ഓഫ് ഈവൻ നമ്പേഴ്സ് n × n + 1. സം ഓഫ് ഓഡ് നമ്പേഴ്സ് n സ്ക്വയർ, അതായത് എണ്ണൽ സംഖ്യയുടെ തുക സമം n × n + 1 എന്ന ഇക്വേഷൻ പഠിച്ചു. ഇരട്ട സംഖ്യയുടെ തുക സമം n × n + 1 എന്ന ഇക്വേഷൻ പഠിച്ചു. ഒറ്റ സംഖ്യയുടെ തുക സമം n സ്ക്വയർ എന്ന ഇക്വേഷൻ പഠിച്ചു. 3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചത്. വളരെ സിമ്പിൾ ആയിട്ട് 3 ഇക്വേഷൻ. അതായത് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് n × n + 1/2 എന്നുള്ള ഇക്വേഷൻ ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് n × n + 1 എന്നുള്ള ഇക്വേഷൻ ആണ്. മൂന്നാമത് നമ്മൾ പഠിച്ചത് n സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ആണ്.
ഈ 3 ഇക്വേഷനും എന്തിനുള്ളതാണെന്ന് പ്രത്യേകം ആലോചിക്കുക. 1 മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ളതാണ് n+1/2. 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n+1/2. 2 മുതൽ തുടങ്ങുന്ന ഇരട്ടസംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n+1. 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈവൻ നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n+1. 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് n². 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷനാണ് n². ഈ 3 ഇക്വേഷനാണ് ഈ ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ തുക എന്ന ഭാഗമാണ്. ക്ലിയർ? നമുക്ക് അങ്ങോട്ട് പോകാം. ക്ലിയർ? ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ ബോർഡിൽ ഞാൻ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ തുക. ഈ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സമാന്തര ശ്രേണിയുടെ തുക, അതായത് സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്ന് വെച്ച് മറ്റുള്ള ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതല്ല എന്നുള്ളതല്ല. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സും സം ഓഫ് ഓഡ് നമ്പേഴ്സും സം ഓഫ് ഈവൺ നമ്പേഴ്സും സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിന്റെ ഒരു ഭാഗമാണ് സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്നത്. ക്ലിയർ ആണ്? സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്നത് സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയുടെ തുക എന്ന് പറയുന്നത്. നമുക്ക് ഈ ഭാഗത്ത് സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് പഠിച്ചു വെക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഞാൻ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്, വളരെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഇക്വേഷൻ തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ്. നമുക്കത് ഡിറൈവ് ചെയ്യാം, ഒന്ന് പഠിക്കാം. അപ്പോൾ ഒരു സമാന്തര ശ്രേണി ഞാൻ എഴുതാൻ പോകുന്നത്. സമാന്തര ശ്രേണി ആദ്യ പദം x1 ആണ്, രണ്ടാമത്തെ പദം x2, മൂന്നാമത്തെ പദം x3, നാലാമത്തെ പദം x4, അഞ്ചാമത്തെ പദം x5. ഇങ്ങനെ എഴുതിപ്പോയി. അവസാനത്തെ പദം xn ആണ്. അവസാനത്തെ പദം xn ആണ്. അപ്പോൾ ഒരു അരിതമെറ്റിക് സീക്വൻസ് ഞാൻ എഴുതി. ഫസ്റ്റ് ടൈം x1, സെക്കൻഡ് ടൈം x2, x3, x4, x5, അങ്ങനെ ലാസ്റ്റ് ടേം xn ആണ്. ലാസ്റ്റ് ടേം ആരാണ്? xn ആണ്. ഫസ്റ്റ് ടേം x1 ആണ്. ഇങ്ങനെ ഒരു അരിതമെറ്റിക് സീക്വൻസ്. ഈ അരിതമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണുന്നു. അപ്പം നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. സം ഓഫ് AP, അതായത് സമാന്തര ശ്രേണിയുടെ തുകാസം. സം ഓഫ് അരിതമെറ്റിക് പ്രോഗ്രഷൻ, അതായത് സമാന്തര ശ്രേണിയുടെ തുകാസമം. ഇക്വേഷൻ ആണ് നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2 into എന്നതാണ് നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ 2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം. ഇതാണ് ഇക്വേഷൻ. പദങ്ങളുടെ എണ്ണം ഹരിക്കണം 2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം. എന്നതാണ് നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2 into x1 പ്ലസ് xn. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം ഓൾ ഡിവൈഡഡ് ബൈ 2 എന്നും എഴുതാം. ഇതാണ് സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ. സം ഓഫ് അരിതമെറ്റിക് സീക്വൻസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അറിയണം? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, അതായത് പദങ്ങളുടെ എണ്ണം. 2 കോൺസ്റ്റന്റ് ആണ്, 2 മാറില്ല. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യ പദമാണ്. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം അവസാന പദം. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് അരിതമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ. അരിതമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആണ് n/2 into x1 plus xn. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ആദ്യ പദം, xn എന്ന് പറഞ്ഞാൽ അവസാന പദം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഇവിടെ ചെയ്യുന്നത്. 5, 8, 11, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണും. 5, 8, 11, 14 എന്ന അരിതമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മ് കാണും. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കാണും. ക്ലിയർ ആണോ?
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഫസ്റ്റ് ടേം x1 എത്രയാണ് 5. കോമൺ ഡിഫറൻസ് d. പൊതു വ്യത്യാസം എത്രയാണ്? 5നോട് എത്ര കൂട്ടിയാൽ 8 കിട്ടുക, 8നോട് എത്ര കൂട്ടിയാൽ 11 കിട്ടുക, 11നോട് എത്ര കൂട്ടിയാൽ 14 കിട്ടുക 3. അപ്പം ആദ്യം മുതൽ 5ഉം പൊതു വ്യത്യാസം 3ഉമായ സമാന്തര ശ്രേണിയാണിത്. ഫസ്റ്റ് ടൈം 5ഉം കോമൺ ഡിഫറൻസ് 3ഉമായ രണ്ട് എലിമെന്റ് സീക്വൻസ് ആണ് ഈ ബോർഡിലുള്ളത്. ഇതിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ് നമ്മൾ കാണുന്നത്. x1 എഴുതി d. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമുക്കറിയാം നമ്മൾ കാണുന്നത് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ആണ്. അപ്പൊ s20 എന്നാ കൊടുക്കുക. എന്താ കൊടുക്കുക? s20 എന്ന് വെച്ചാൽ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്, ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് കൊടുക്കുന്നത് s20 എന്നാണ്. 20 പദങ്ങളുടെ തുക എന്ന് കൊടുക്കുന്നത് എങ്ങനെയാണ്? s20. അപ്പൊ 30 പദങ്ങളുടെ തുക ആണല്ലോ s30. 40 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ s40, s40 എന്ന് കൊടുക്കും. അപ്പൊ ആദ്യത്തെ 20 പദങ്ങളുടെ തുക സമയം നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. എന്താണ് പദങ്ങളുടെ തുക? ഇക്വേഷൻ എന്താണ്? n/2 into x1 plus xn. n/2 into x1 plus xn. ഇതാണ് ഇക്വേഷൻ. ക്ലിയർ ആണോ? അപ്പം x1 ഇവിടെ കിട്ടിയിട്ടുണ്ട് 5 ആണ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. ആദ്യത്തെ എത്ര പദങ്ങളുടെ തുക നമ്മളോട് കാണാൻ പറഞ്ഞത്? ഫസ്റ്റ് 20 ടേംസിന്റെ അല്ലേ പറഞ്ഞത്? അപ്പൊ n എത്ര കൊടുക്കാം? 20. ആദ്യത്തെ 30 പദങ്ങളുടെ തുക ആണ് പറഞ്ഞല്ലോ 30. n എത്രയാണ്? 30. 40 പദങ്ങളുടെ തുക ആണ് പറഞ്ഞാൽ n 40. 60 പദങ്ങളുടെ തുക ആണ് പറഞ്ഞാലോ n 60. ക്ലിയർ ആണോ? ഈ ആദ്യത്തെ എന്നുള്ളത് എല്ലായിടത്തും വന്നോണമെന്നില്ല. അപ്പം 60 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ n 60 ആണ്. 70 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ n 70 ആണ്. അപ്പൊ ഈ ആദ്യത്തെ എന്നുള്ളത് എല്ലായിടത്തും വരില്ല. അപ്പൊ അതിനുള്ള ഉദാഹരണമൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പം ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞപ്പോൾ n എത്രയാണ്? 20. ഇനി നമുക്ക് വേണ്ടത് n ആയി, x1 ആയി. ഇനി വേണ്ടത് xn ആണ്. xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം ആണ്, അവസാന പദമാണ്. അപ്പം ഈ സമാന്തര ശ്രേണിയുടെ അവസാന പദം 20 പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ അവസാന പദം 20ാമത്തെ പദമാണ്. അതായത് x20 ആണ്. x20 എന്ന് വെച്ചാൽ 20ാമത്തെ പദമാണ് അവസാനമായിട്ട് വരിക. x20 കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? x1 പ്ലസ് 19d ആണ്. x1 പ്ലസ് 19d ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 20ാമത്തെ പദം. അപ്പൊ നമുക്ക് xn സമം x1 എത്രയാണ്? 5 പ്ലസ് 19 into d എത്രയാണ്? 3. then xn സമം 5 പ്ലസ് 19 into 3. 10 3 30, 9 3 27. അപ്പോൾ 30 27 57. then xn 50, 5 plus 57. 5 plus 57 എത്ര വരുന്നത്? അപ്പൊ നമുക്ക് xn എത്ര കിട്ടി മക്കളെ? xn എന്ന് പറഞ്ഞാൽ 62 കിട്ടി. അതായത് 20ാമത്തെ പദം അവസാനത്തെ പദം 62 ആണ് കിട്ടി. കാരണം 20 പദങ്ങൾ, ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഫസ്റ്റ് 20 ടേംസിന്റെ സമ്മാണ് കാണുന്നത്. അപ്പൊ 20th ടേം നമുക്ക് എത്ര കിട്ടി? 62 എന്ന് കിട്ടി. അതായത് xn 62 ആണ്. 5 plus 57 = 62 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ 62 എന്ന് കിട്ടി. ഇനി നമുക്ക് സമ്മതം ഓരോ വാല്യൂസ് കൊടുക്കാം. s20 20 പദങ്ങളുടെ തുക സമം n/2 n/2. n എത്രയാണ്? 20. അപ്പൊ 20/2 ഇൻറ്റു x1 5 പ്ലസ് xn. xn എത്രയാണ്? xn നമ്മൾ കിട്ടിയത് 62 ആണ്. 62. അപ്പൊ കൊടുത്തത് 20/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ആണ്. ഇനി ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം. 5 പ്ലസ് 62 അതായത് 67 അല്ലേ? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്തതിന് എത്ര വരും? 670 വരും. കാരണം 10 കൊണ്ട് ആയിട്ട് 670. അപ്പൊ സം ഓഫ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 670 ആണ്. മനസ്സിലായോ? അപ്പം ആദ്യത്തെ 20 പദങ്ങളുടെ തുക വരുന്നത് 670 ആണ്. മനസ്സിലായോ? അപ്പം ഇനി ആദ്യത്തെ 30 പദങ്ങളുടെ തുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണണം? xn സ്ഥാനത്ത് 30 ആക്കണം. xn സ്ഥാനത്ത് 30. ഈ സമാന്തരത്തിൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുക ചോദിച്ചാൽ xn എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്ത് വരും? x30. ആദ്യത്തെ 30ാമത്തെ പദം 30ാമത്തെ പദം
30ാമത്തെ പദം എങ്ങനെയാണ് x1 + 29d. x1 + 29d ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 30ാമത്തെ ടേം കിട്ടും. മനസ്സിലായോ? എന്നിട്ട് xn ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി 30ാമത്തെ ടേം കൊടുത്താൽ 30 പദം കൂടെ തുക. ഇനി 40 പദം കൂടെ തുക കാണാൻ xn ന്റെ സ്ഥാനത്ത് 40ാമത്തെ പദം കൊടുത്താൽ 14th ടേം കൊടുക്കാം. ക്ലിയർ? അപ്പം സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമ്മളിവിടെ പഠിച്ചത്. സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് കാണുന്ന ഇക്വേഷൻ ആണ് n/2 × x1 + xn എന്ന് പറയുന്നത്. ഓക്കെ, സമാന്തര ശ്രേണികളുടെ തുക കാണുന്ന ഇക്വേഷൻ ആണ് n/2 × x1 + xn എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണമാണ്. x1 എന്ന് പറയുന്നത് ആദ്യ പദം, x എന്ന് പറഞ്ഞാൽ അവസാന പദം, ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം. അതിന്റെ എക്സാമ്പിൾ നമ്മൾ ചെയ്യും. ക്ലിയർ? ഇനി മറ്റൊരു ഉദാഹരണം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി വ്യക്തമാകും. ഓക്കെ, അപ്പൊ നമുക്ക് സം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് കാണുന്നതിന് നമ്മളൊരു ഉദാഹരണം ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റൊരു ഉദാഹരണമായിട്ട്, അതായത് സമാന്തര ശ്രേണിയുടെ തുക കാണുന്നതിന് ഒരു ഉദാഹരണം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മറ്റൊരു ഉദാഹരണമായിട്ട് പേജ് നമ്പർ 35 ടെക്സ്റ്റ് ബുക്കിൽ 35 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് അരിത്തമെറ്റിക് സീക്വൻസ്. ഈച്ച് ദ അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. താഴെ തന്നിട്ടുള്ള ഓരോ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണും. അപ്പൊ ഞാൻ ഇതിൽ ഒന്നാമത്തത് മാത്രം ചെയ്തു തരും, ബാക്കി 4 ഉണ്ട്. ആ 4 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 25 ടേംസിന്റെ സമ്മ് മാത്രം ഞാൻ ചെയ്തു തരും. നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് താഴെ തന്നിട്ടുള്ള 5 അരിത്തമെറ്റിക് സീക്വൻസുകളുണ്ട്. താഴെ 5 സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ട്. ആ 5 സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് ഇതാണ്, സമാന്തര ശ്രേണി ഇതാണ്. ഒന്നാമത്തത് 11, 22, 33. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസ്. 11, 22, 30. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി കിട്ടിയാൽ ആദ്യം തന്നെ x1 എടുത്ത് എഴുതാം. ആരാണ് x1? ആദ്യ പദം ഫസ്റ്റ് ടേം 11. കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്രയാണ്? 11നോട് 11 കൂട്ടിയാൽ 22, 22നോട് 11 കൂട്ടിയാൽ 33. അപ്പം കോമൺ ഡിഫറൻസ് 11 ആണ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഈക്വൽ ആണ്. ക്ലിയർ ആണോ? ആദ്യ പദവും പൊതു വ്യത്യാസവും തുല്യമാണ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് കാണുന്നത്. S25 ആണ് കാണുന്നത്. S25 നമുക്ക് ഇക്വേഷൻ കൊടുക്കാം. n/2 × x1 + xn. x1 + xn. ഞാൻ നിങ്ങൾക്ക് ഇതേ ഇക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതി തന്നിരുന്നു. എന്താണത്? n/2 ന് പകരം n × x1 + xn / 2 ഓൾ ഡിവൈഡഡ് ബൈ 2 കിട്ടിയിരുന്നു. അതെവിടെയാണ് ഉപയോഗിക്കേണ്ടത്? നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആ ഇക്വേഷൻ ഉപയോഗിക്കും. ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? ഇക്വേഷൻ ഇതാണ്, നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതേ ഇക്വേഷൻ തന്നെയാണ്. n/2 ന് പകരം എന്ത് ചെയ്യാം? n × x1 + xn / 2 എന്ന് കൊടുക്കും. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം n ന്റെ എണ്ണം നമ്പർ ഓഫ് ടേംസ് 25 ആണെങ്കിൽ, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് n 25 ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. ഓഡ് നമ്പർ ആണ്, നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ, n ഓഡ് നമ്പർ ആണ്, അതായത് ഒറ്റ സംഖ്യയാണ്. n ഒറ്റ സംഖ്യയാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. n × x1 + xn / 2. അത് കാൽക്കുലേഷൻ ഒന്ന് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. n നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? എത്ര പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണാൻ പറഞ്ഞത്? ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ്. അപ്പൊ n 25 ആണ്. x1 ഇവിടെ ഉണ്ട് 11. ഇനി xn ആണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് xn ഒന്ന് കണ്ടെത്തിയോ? xn എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് നമ്മൾ കാണേണ്ടത്? 25 പദങ്ങളുടെ തുക. ആദ്യത്തെ ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ കാണേണ്ടത്. അപ്പം xn എന്ന് പറഞ്ഞത് x25 ആണ്. x25 എങ്ങനെയാണ്? 25th ടേം എങ്ങനെ കാണാം? x1 + 24 × d. then x1 എത്രയാ? 11. 11 + 24 × 11. 24 × 11. അപ്പോൾ 24 × 11 നമുക്ക് ഇൻറ്റു ചെയ്തോ. 24 × 11. 1 × 4 4, 1 × 2 2. 1 × 4 4, 1 × 2 2. 4 6
എത്രയാണ് 264. അപ്പൊ 11 പ്ലസ് 24 × 11 264. അപ്പൊ നമുക്കിവിടെ എക്സിന്റെ സീരിയൽ നമുക്ക് എന്ത് കിട്ടി? 24 × 11 264 കിട്ടി. അപ്പൊ 11 പ്ലസ് 264, 11 പ്ലസ് 264 എന്ന് പറഞ്ഞത് 275. എത്ര വരും? 275. എത്ര വരും? 275. അപ്പൊ എക്സൻ എന്ന് പറയുന്നത് 275, അതായത് 25ാമത്തെ പദം എത്രയാണ്? 275 ആണ്. ഇനി നമുക്ക് 25 പദങ്ങളുടെ തുക ഒന്ന് കണ്ടുനോക്കാം. 25 പദങ്ങളുടെ തുക സമം S25 n, നമ്പർ ഓഫ് ടൈംസ് പദങ്ങളുടെ എണ്ണം എത്രയാണ്? 25. അപ്പൊ 25 ഇൻറ്റു x1 ആദ്യ പദം 11 പ്ലസ് xn അവസാന പദം 275 all divided by 2. Then S25 is equal to 25 into 11 plus 275 ചെയ്യണം. 11 plus 275 ചെയ്യണം. 11 plus 275 ചെയ്ത് നോക്കാം. 275 plus 11 6 8 2 ഇത് വരും 286. അപ്പൊ 25 ഗുണിക്കണം 286 ഡിവൈഡ് ബൈ 2. 25 ഗുണിക്കണം 286 ഡിവൈഡ് ബൈ 2. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. ഇതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. സാധാരണ ഇൻറ്റു ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റു ചെയ്തൊക്കെ ഞാൻ ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കാം. ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്തു. 25 × 286 ചെയ്തു. 286 ഇൻറ്റു 25. 5 6 30 0 3 സിസ്റ്റം 5 8 40 43 3 4 സിസ്റ്റം 5 2 10 14 2 6 12 2 1 സിസ്റ്റം 2 8 16 1 17 1 സിസ്റ്റം 2 2 4 5 0 5 7 4 11 1 7. എത്രയാണുള്ളത്? 7150 വരും. അപ്പൊ നമുക്ക് ആൻസറില് S25 25 പദങ്ങളുടെ തുക സമം 25 ഗുണിക്കണം 286 ചെയ്തപ്പോൾ നമുക്ക് 7150 ഡിവൈഡ് ബൈ ഇവിടെ എത്രയുണ്ട്? 2. അപ്പൊ S25 is equal to 7150 ഡിവൈഡ് ബൈ 2 ചെയ്യണം. 7150 ബൈ 2 ചെയ്യണം. 7000ന്റെ പകുതി നമുക്കറിയാം 3500. 150ന്റെ പകുതി 75. അപ്പൊ 3575 ആണ് എന്ത് വരുന്നത്? S25. അതായത് ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് വരുന്നത്, ആദ്യത്തെ 25 പദങ്ങളുടെ തുക വരുന്നത്. ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് വരുന്നത് 3575 ആണ്. അപ്പൊ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടത്, ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് കണ്ടത് മനസ്സിലായല്ലോ. അപ്പൊ അതിൽ അതേ ക്വസ്റ്റ്യൻസ് ആയിട്ട് 4 അരിത്മെറ്റിക് സീക്വൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 4 സമാന്തര ശ്രേണികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 4 എണ്ണത്തിന്റെയും 25 പദങ്ങളുടെ തുക ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്യും. ഓക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഇത്രയും മതി. നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മൾ മറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.